ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെന്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാണവൻ. സുഭാഷിതം. യെശയ്യാവിന്റെ പ്രവചനം 22-ാം അധ്യായം ദർശന താഴ്വരയെക്കുറിച്ചുള്ള പ്രവാചകം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ദർശന താഴ്വര യെരുശലേം നഗരമാണെന്ന് മനസ്സിലാക്കുന്നു. യെരുശലേം നഗരം നശിക്കുന്നതിനു മുമ്പ് ജനങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനും അനുതാപത്തോടും കരച്ചിലിനോടും കൂടെ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നതിനുമുള്ള ആഹ്വാനം കൊടുത്തിട്ടും അതനുസരിക്കാതെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആനന്ദവും സന്തോഷവും, കാളയറക്കുക, ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്ക, നാം തിന്നുക കുടിക്ക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെയായിരുന്നു എന്ന്. ഈ ജനത്തെക്കുറിച്ച് യെശയ്യാവ് 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: സൈന്യങ്ങളുടെ യഹോവ എനിക്ക് വെളിപ്പെടുത്തി തന്നത്, നിങ്ങൾ മരിക്കും വരെ ഈ അകൃത്യം നിങ്ങൾക്ക് മോചിക്കപ്പെടുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും ഒന്ന് ശോധന ചെയ്യുവാൻ ഇത് ഇടയാകട്ടെ. ദൈവത്തിന്റെ ആലോചനകൾ നമ്മെ കേൾപ്പിക്കുമ്പോൾ നാം അത് മറുതലിച്ച് ദൈവത്തിന്റെ അടുക്കിലേക്ക് അനുതാപത്തോട് കടന്നു വരുവാൻ കഴിയാത്തവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ് ലൂക്കോസ് 21:34 എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. അങ്ങനെ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. തുടർന്ന് ലൂക്കോസ് പറയുന്നത് അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. തുടർന്ന് പറയുന്നത് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. മനുഷ്യപുത്രൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ കുറിച്ചാകുന്നു. നാം ചിന്തിച്ച യെശയ്യാ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. The key of the house of David I will lay on his shoulder. So he shall open, and no one shall shut, and he shall shut, and no one shall open. ദാവീദ് ഗ്രഹത്തിന്റെ താക്കോലിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 3:7 യോഹന്നാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഈ യേശു കർത്താവിന്റെ വാക്കുകൾ കേൾക്കണമോ? ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയമുള്ളവരെ, എന്റെ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് യേശു മുട്ടുകയാണ്. ഇതുവരെയും ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ കഴിയാത്തവരോടൊരു ചോദ്യം: നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുവാൻ മനസ്സുണ്ടോ? ഹൃദയവാതിൽ തുറന്ന് ഹൃദയത്തിൽ യേശു വസിക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്ക് പറയട്ടെ: വിശാലമായ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ജീവിതത്തിന്റെ ഏത് മേഖലയായാലും ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിൽ തുറന്നിട്ടുണ്ട്. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. യേശു കർത്താവിന് ഇടം കൊടുക്കാതെ ആരംഭത്തിൽ നാം ചിന്തിച്ചതുപോലെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള വീക്ഷണത്തോടെ ജീവിക്കുന്നവരോട് ഒരു വാക്കുകൂടെ പറയട്ടെ: ഈ വാതിൽ അടയ്ക്കുന്ന സമയം ആസന്നമായിരിക്കുന്നു. കൃപയുടെ വാതിൽ അടയ്ക്കുന്നതിനു മുമ്പേ രക്ഷയുടെ വാതിലായ യേശു കർത്താവിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാൻ ഏവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാ
ശാശ്വതമാം ഭവനത്തിൽ മണ്ണാകുമീ ശരീരവും മൺമയമാം സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടും ശാശ്വത